ഈ ബലഹീനതയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വചനം. ദേഷ്യപ്പെടണ്ട എന്ന് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മദ്യപിക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കുറ്റം പറയണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഈ ബലഹീനതയിൽ കുടുങ്ങിക്കിടക്കുന്നവര്, തഴക്കദോഷങ്ങൾ, അതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികൾക്ക് ബലമേകാൻ, അതിൽ നിന്ന് കരകയറി വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വചനമാണ്. ഈ വചനം മാംസം ധരിച്ചാൽ തീർച്ചയായിട്ടും ഈ ബലഹീനതകളെ ആത്മാവിൻ്റെ ശക്തിയാൽ മറികടക്കാനായിട്ട് സാധിക്കും. വചനം ഇതാണ്, സങ്കീർത്തനം 73:26. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. അവിടെ നിന്ന് നിൻ്റെ ഓഹരിയാകട്ടെ, അവിടെ നിന്ന് നിൻ്റെ സന്തോഷമാകട്ടെ, അവിടെ നിന്ന് വിടുതലായി നിന്നിൽ കടന്നു വരട്ടെ. ഒന്നിനെക്കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട. ബലഹീനത